ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതുതായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും പരിചിതമായ ക്യാപ്സിക്കം കൊണ്ടുള്ളൊരു തോരനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ക്യാപ്സിക്കമാണ്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ കാണുന്ന പോലൊക്കെ അരിഞ്ഞെടുക്കുക. ഒത്തിരി ചെറുതായി പോകരുത്, കാരണം ഇതിനകത്ത് വാട്ടർ കണ്ടൻ്റ് ഉണ്ട്, അതുകൊണ്ട് തോരൻ അവിഞ്ഞു പോകും. പിന്നെ നമ്മൾ വേണ്ടുന്നത് ഒരു സവാള, 2-3 പച്ചമുളക്, പിന്നെ പച്ചമുളക് നമുക്ക് എരിക്ക് അനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. കൊച്ചുള്ളി കൂടെ ഇതിനോടൊപ്പം നമുക്ക് ചേർക്കാം. ഒരു തേങ്ങായ അത് നമ്മൾ എത്രത്തോളം അരിഞ്ഞിട്ടുണ്ടോ അത്രത്തോളം അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ എടുത്താൽ മതിയാവും. എന്നിട്ട് സവാളയും ഇതേപോലൊക്കെ അല്പം വലുതായിട്ട് അരിയുക, അത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ അല്പം തേങ്ങാ ചിരുവി എടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പച്ചമുളകില്ലേ, അതും കൂടി ചേർത്തോളൂ. അതിനുശേഷം നമ്മൾ ചീനിച്ചട്ടി എടുത്തിട്ട് എണ്ണ തൂവി, ആവശ്യത്തിന് എണ്ണ, ഒത്തിരി ഓയിലി വേണ്ടുന്നവർക്ക് അത് അതനുസരിച്ച് എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ കടുക് ഇടുക. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് അല്പം അരി, നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, അതിട്ട് ടേസ്റ്റ് കൂടും കേട്ടോ, കടുക് വറുക്കുന്നതിനകത്ത് അരിയിട്ട് കടുക് വറുത്താൽ. അപ്പം അതും പൊട്ടി നന്നായിട്ട് വെന്തതിന് ശേഷം ഉണക്കമുളക് അത് 2-3 പിച്ചിയിടുക, നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഒരു ഇളം ബ്രൗൺ കളറാവുമല്ലോ മുളക്, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം, തീ ചേർക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ അത് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങളില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ ഒത്തിരി കൂട്ടിയിടണ്ട, തീ വളരെ കുറച്ചിട്ട് മതി. കാരണം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഇതായി തീരത്തില്ല. ചെറിയ തീയിലിട്ട് അടച്ചു വെക്കണ്ട, ഇളക്കി ഒന്ന് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെക്കാതെ തന്നെ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറേ നേരം ഇളക്കുക. അതിന് ശേഷമേ നമ്മൾ മുമ്പേ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും തേങ്ങയുടെ കൂട്ടില്ലേ, അത് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർക്കണം ഇതിനോട്. അതെടുത്തിട്ട് അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ അല്പം ഗരം മസാല ചേർക്കാം കേട്ടോ. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചിലർക്കൊന്നും പിടിക്കത്തില്ല. അതിന് തേങ്ങയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കുക, ഇളക്കി സെറ്റാക്കുക. നല്ല ടേസ്റ്റാണ്.